പോടാ ധൈര്യം ഉണ്ടെങ്കിൽ. ഞാൻ പറയാ, നീ കയറ്. ഞാൻ പറഞ്ഞോളാം. എടാ വാവേ, നിനക്ക് നമ്മുടെ അവസ്ഥ നല്ലോണം അറിയാലോ. കൊറോണ ആയിട്ട് കച്ചവടം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഒരു മനുഷ്യൻ പോലും ഈ കടയിൽ കയറുന്നില്ല. അപ്പോൾ നമ്മൾ സമയത്ത് കട കൂടെ തുറന്നിരിക്കുക എന്ത് ചെയ്യണം മോനെ? അത് തന്നെയാണ് ഞാൻ ചോദിക്കണം. ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു തരണില്ല. പിന്നെ ഞാൻ എന്തിനാ രാവിലെ വന്ന് കടയിൽ തുറന്ന് കുത്തിരിക്കണം? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഈ കൊറോണ കുറ്റം പറയുന്നത്? അതിന് മുന്നേ ഇവിടെ കച്ചവടം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇവന്റെ ഡീലിങ്ങേ ശരിയല്ല. നീ അവന്റെ കോല വന്ന് നോക്ക്. ഈത്ത ഒലിക്കാൻ വേണ്ടി ചാല് വെട്ടി ഒരു താടിയും കണ്ണി കൊള്ളാനുള്ള പിരിയത്തും ഉണ്ടെന്ന് പറഞ്ഞൊരു വെട്ടും അവന്റെ ചുമല കണ്ണാടിയും. ഇവനെ ഇവിടെ അല്ലേ നിർത്തേണ്ടത്, വല്ല കാളപ്പൂരിനെ കൊണ്ടുപോയി നിർത്തേണ്ടത്. എടാ, ഇതൊരു കലാമൂല്യമുള്ള ഒരു സ്ഥാപനമല്ലേ. ഇവിടെ നിൽക്കുന്നവന് കുറച്ചെങ്കിലും കലാവാസന വേണ്ടേ? എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. മറ്റേ പുള്ളിയില്ലേ രാജാ ഹരിവർമ്മ, പുള്ളിനെ കൊണ്ടുവന്ന് നിർത്താം 6000 രൂപയ്ക്ക് പണിക്ക്. ഫാഷനെ പറ്റി ഒന്നും അറിയേയില്ല. രാവിലെ എന്നെ ഉടക്കാനുള്ള മൈൻഡാണ്. എന്നെ വിട്ടേക്ക്. പോസിറ്റീവ് വൈബ്സ് ഓണിലി. രാവിലെ ഉച്ചയായി മേലെ ഈ പൊട്ട വാശൊക്കെ ഇങ്ങോട്ട് വന്നേക്കുന്നു. ചേട്ടൊന്നും ഉണ്ടായിരുന്നേ. പണി നോക്കിയേ, സമാധാനം എന്താ? എന്തുവാടാ നീക്ക് ഈ നേരം ഇടങ്ങാറാണല്ലോ. ഒരു നപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. നിന്റെ നപ്പും ചിപ്സും ഒന്നും ഇവിടെ വേണ്ട. നീ സ്ഥലം കാലിയൊക്കെ ഇറങ്ങ. താൻ കണ്ടിട്ട് പറവരെ തുടക്കത്തിലെ റോങ് ഇടല്ലേ. ഇത് ഇത്രയും കാലം കൊണ്ടുവന്നൊരു സാധനം ഇത് റേഞ്ച് കൂടിയതാണ്. റേറെ കല്ലാട് മോനെ. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ? വലിയ ഭംഗിയൊന്നുമില്ല. അയ്യ, ഇത് ചെങ്കല്ലാണ്. സോറി, കരിങ്കല്ലാണ്. ഇത് പിടിച്ചേ. എന്നാ ചെല്ലേ മോൻ ചെന്ന് പൊടി ഉടക്കി. ചെല്ലി പോ 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 പോ. ഓ, അവിടെ ഇത് കരിങ്കല്ലും ചെങ്കല്ലും കണ്ടല്ല, ഒരു കായാണ്. കല്ലാണോ കായാണോ ഇത്? എടാ അങ്ങനെയല്ല, കല്ല്. നീ കല്ലുമ്മക്കായാണോ? നീ എന്താ കാളവണ്ടി ഓടിക്കുന്നു? മര്യാദയ്ക്ക് പണിയെടുക്കടാ. എന്തോ ഇത് ഉലുക്ക. ഇതിന്റെ പേരാണ് ഉലുക്ക. ഉലുക്കച്ചൊന്നും ഇവിടെ വേണ്ട. നീ എടുത്തോണ്ട് പോ. നിക്ക്, അത് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ചിലപ്പോ വിറ്റു. ഇതുപോലെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്ന് ട്രാഫിക് പോലീസുകാരൻ അവിടെ ഇരുന്ന് ചതലിരിക്കുന്നത്. മൊറോക്കൻ കർഷകൻ എന്താ വേണേലും അതവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. പ്രയോജനത്തിനായിരുന്നു നീ പറയണ്ട. ആ സാധനം അതേ ഇരിക്കണ്. അതിവിടെ വാങ്ങിച്ചു വെച്ചാൽ പച്ച പിടിക്കും. ഭയങ്കര ഭാഗ്യം. ഇല്ലാത്ത കാശ് കടം വാങ്ങി വാങ്ങിച്ചു വെച്ചാൽ പച്ചത്തല. അതുകൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കണ എന്തുകൊണ്ടാണ് പ്രയോജനമുള്ളത്? പ്രയോജനം ഇല്ലല്ലോ. നിന്നെ പോലെ ഉപദ്രവം ഇല്ല. എന്റെ പൊന്നു മാറ്റി ഇവിടെ നോക്ക്. തെങ്ങനെ പോയി 10,000 രൂപ കിട്ടും. എനിക്കൊരു 5 രൂപ നമ്മ സെറ്റാണ്. 10,000 രൂപയുടെ ഒലക്കെ കട തള്ളി താഴെ ഇടൂ. എന്റെ വാലിയ വില കുത്തിക്കേട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ ഫ്രെഡിയുടെ കൊണ്ട് കൊടുത്തോളാം. എന്നാ നീ കൊടുക്ക്. പൊന്നു മാറ്റി നോക്കി എങ്ങനെ പോയി 10 രൂപ കിട്ടും. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. ഇത് വിറ്റ് കഴിഞ്ഞ് 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കാശ് ഞങ്ങൾ തരും. ഞാൻ അതെന്തൊക്കെ അപൂർവം 5 രൂപയെങ്കിലും എന്താടോ? 5 അല്ലേ? 5 രൂപ. അതെ, നീ കഴിഞ്ഞ 5,000 വിറ്റു എന്ന് ഉറപ്പ് പറഞ്ഞ് ഇവിടെ കൊണ്ടുവച്ച സാധനമല്ലേ ഇത്? ഇത് എടുത്തോ, എന്നിട്ട് വിറ്റിട്ട് 5,000 എടുത്തോ. അല്ല, ഇതെവിടെ ഇരിക്കട്ടെ. അതായിരിക്കും നിനക്ക് നല്ലത്.